ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായല്ലോ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് ചായ കൂടി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? ഉള്ളിവടയാണ് കേട്ടോ. ഉള്ളിവട എന്ന് പറയുമ്പോഴും അതിൻ്റെ അകത്ത് മെയിൻ താരം ആരാ? സബോളയാണേ. ഉള്ളിവട ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ സബോള കനം കുറച്ചരിഞ്ഞ് ഉപ്പിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഇത് ഇത്രയും ഈ സബോളേൻ്റെ അകത്തേക്ക് ഇടാം. പിന്നെ നമുക്ക് ലേശം കടലമാവ് ഇടാവേ. ഇതിൻ്റെ അകത്തേക്ക് 4 സ്പൂൺ കടലമാവ് ഇടാവേ. അടുത്തതായി ഇതിൻ്റെ അകത്തേക്ക് 4 സ്പൂൺ മൈദ ഇടാവേ. ഇതേ 4 സ്പൂൺ മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി കളറിനൊക്കെ കിട്ടാനായിട്ട് ഇതേ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ശകലം കായപ്പൊടി. ഇനി ഇതെല്ലാം നന്നായി കുഴച്ച് നല്ലപോലെ ഇതാക്കി എടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ചേർക്കേണ്ടെന്ന്. ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. ഗ്യാസ് കത്തിക്കാം. നിങ്ങൾ എന്ത് വറുക്കാൻ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലാണേ. അപ്പം നമ്മൾ ചട്ടി ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇതേ നല്ലതായിട്ടിട്ട് നല്ല സബോളയായിട്ട് കുഴച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതേ നമുക്ക് ഓരോന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളങ്ങനെ 5 എണ്ണം എണ്ണയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊക്കെ മുരിഞ്ഞൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം. നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ചായ വെക്കാം. ഇവിടെ തിളച്ചു. ഗ്യാസ് ഓഫ് ചെയ്യുവാണ് കേട്ടോ നമ്മൾ. ഇതേ നമ്മൾ ഉള്ളിവടയുടെ അടുത്ത ട്രിപ്പ് നമ്മൾ ഇടാൻ പോവുകയാണ്. ചൂട് ചായയും ചൂടുള്ളിവടയും. ഉള്ളിവട വേകുന്ന നേരം കൊണ്ട് എനിക്ക് ആവശ്യമായ സോസ് ഞാൻ എടുക്കുവാണേ. രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ വേകുന്നതേ ഉള്ളൂ. എനിക്ക് പക്ഷേ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അങ്ങ് തിന്നുവാണേ. എനിക്ക് ആവശ്യമായ ചായ വെച്ച് തന്നേ. നമുക്ക് കഴിച്ചു നോക്കാം. വാവ്, നമുക്കിനി സോസിൽ ഇങ്ങനെ മുക്കി പച്ചമുളകൊക്കെ മാറ്റി. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നത്തെ വീഡിയോ ഇത്രയല്ലോ. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.